നിങ്ങൾക്ക് കേൾക്കണോ? ഇസ്ലാഹി മാസികയിൽ മുസ്ലിയാമാരെ തലവെട്ടണോന്ന് പറഞ്ഞില്ലേ? എന്നാ മൗലവി തന്നെ അതാ പച്ച മലയാളത്തിൽ മുസ്ലിയാമാരെ മക്കളെ തലവെട്ടണം എന്ന് വ്യക്തമായി പറയുന്നത് കേട്ടോ. സുന്നി മുസ്ലിയാമാരെ മക്കളെ മുഴുവനും കൊല്ലണമെന്ന്. ഇവിടെ ശരിക്കും ഉദ്യോഗസ്ഥന്മാരും അതേ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരുമൊക്കെ ശ്രദ്ധിക്കണം. എന്താണ് ഈ മുജാഹിദ് പ്രസ്ഥാനം? ഇത്ര വലിയൊരു തീവ്രവാദി വിഭാഗത്തെ, ഇത്ര വലിയൊരു ഭീകരവാദ വിഭാഗത്തെ നമ്മുടെ കേരളം കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടോ, മുസ്ലിയാമാരെ മക്കളെ മുഴുവനും കൊന്നുകളയണം. ഒരു മുസ്ലിയാർ ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തിനരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തുഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. മുസ്ലിയാമാർ പഠിപ്പിക്കുന്ന ലക്ഷക്കണക്കായ കുട്ടികളുണ്ട് മദ്രസയിലും പള്ളിയിലും. അവരൊക്കെ മുരണ്ടി കൊന്നുകളയണം. ഒരു ഉറപ്പില്ലാതെ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു മൗലവി പ്രസംഗിച്ചതല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ ലക്ഷക്കണക്കായ മക്കളെ മുഴുവനും, ഈ പിഞ്ചു മക്കളെ മുഴുവനും കൊന്നുകളയണമെന്ന് പറയാൻ ഒരു വിഷമവും തോന്നിയില്ലല്ലോ ഈ മൗലവിക്ക്. ഇതല്ലേ മുജാഹിദ് മൗലവിമാർ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? എന്നിട്ട് മൂപ്പരത് ഇസ്ലാമിന്റെ തലയിൽ വെക്കുന്നത് രസോ. മൂപ്പര് പറയുന്നേ ഈ മുസ്ലിംമാര് ഇവരൊക്കെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ടിക് ഫിനിഷ് എന്നാൽ ഇങ്ങനെ വെട്ടിയിട്ട് ഫിനിഷ് ആയി കളിയും. ടിക് ഫിനിഷ് മൂപ്പര് പറയാ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തെങ്കിൽ. ഏത് ഇസ്ലാമിക ഭരണത്തിലാണ് അങ്ങനെ തോന്നിവാസം ചെയ്യുന്നത്? നിങ്ങൾക്ക് മുജാഹിദിന് ഭരണം കിട്ടിയാൽ ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിന്റെ ധ്യാനം പൊളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ടിക് ഫിനിഷ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊല്ലും. കാരണം മുസ്ലിമീങ്ങളെ നേതാവിന്റെ ധ്യാനം നിങ്ങൾ പൊളിക്കും, കയറ നിങ്ങൾ പൊളിക്കും, മുസ്ലിമീങ്ങളെ നിങ്ങൾ കൊല്ലും. നിങ്ങളും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ജീവിച്ചെങ്കിലുണ്ടോ? ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. കേട്ടോ, ഈ നിലക്കുള്ള ഭീകരവാദികൾ നിങ്ങൾ അറിയണം സഹോദരന്മാരെ, പത്രക്കാരറിയണം, മീഡിയക്കാരറിയണം. ഒരു ഏഷ്യാനെറ്റ് വാർത്ത കണ്ടത് പിടിച്ചെടുത്തൊരു ഏഷ്യാനെറ്റ് വാർത്ത ഒരു മീഡിയക്കാരൻ വായിച്ചതിന്റെ പേരിൽ അവനെ ഭീഷണിപ്പെടുത്തിയില്ലേ മൗലവി? പറഞ്ഞതെന്താണ്? പരിണിത ഫലം അനുഭവിക്കൂന്ന് പറഞ്ഞില്ലേ? ആ പാവം ചെറുപ്പക്കാരനെ അവിടുന്ന് കള്ളക്കേസിൽ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ മൗലവിമാർ.